ഞങ്ങൾ പറഞ്ഞിട്ടില്ല എവിടെ ഞങ്ങൾ വേടനെതിരാന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ആർക്കെങ്കിലും എതിരാന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. സോ വി ഡോണ്ട് നോ. എല്ലാ സംഗീതം എല്ലാ ഡിഫറെൻറ്റ് മ്യൂസിക്കിനെയും ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ഞങ്ങൾ പാടുന്ന ഒരു മ്യൂസിക്കാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള മ്യൂസിക് ഒന്നും മോശമാണെന്ന് ഞങ്ങൾ എവിടെയും പറയാറുമില്ല. അത് ഞങ്ങൾ കേൾക്കാതിരിക്കത്തുമില്ല. കേരളത്തിൻ്റെ ഒരു പോപ്പുലർ നരേറ്റീവില് നന്ദഗോവിന്ദം ഭജൻസ് വേഴ്സസ് വേടൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രോങ് നരേറ്റീവ് ഉണ്ട്. നമ്മളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നല്ലേ കാണാറുണ്ട്. വേടന്റെ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട്. നല്ല പാട്ടുകളല്ലേ ചെയ്യുന്നത്. മീൻസ് ഞാൻ പൊളിറ്റിക്കൽ ഒരു കാര്യം പറയുന്നില്ല. ആസ് എ റാപ്പർ ഈസ് എ ഗുഡ് സിംഗർ. ഇപ്പം നാളെ അദ്ദേഹം വന്ന് ഞങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും. കൂടെ പഠിപ്പിക്കാനായിട്ട് അറിയില്ലല്ലോ. ഡെഫിനറ്റ്ലി അത് ഡിഫറെൻറ്റ് സ്ട്രീം ഓഫ് മ്യൂസിക് അല്ലേ. ഇപ്പം നമുക്ക് എല്ലാ പാട്ടുകളും ജെല്ലാവില്ലല്ലോ. അപ്പം ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്ട്രീം ഓഫ് മ്യൂസിക്. പുള്ളിയുടെ പാട്ടുകൾ ചെയ്യുന്നു. ഞങ്ങൾക്ക് പ്ലാനുണ്ട്. ഭക്തി ഇപ്പോൾ ബ്രോദാവി അറിയാം. ബ്രോദാവി ഈസ് എ ഗുഡ് സിംഗർ. അദ്ദേഹത്തിനോട് കൊളാബറേറ്റ് കഴിഞ്ഞാൽ വി നൈസ്. പുള്ളി ഡിഫറൻസ് പൊളിറ്റിക്കൽ അല്ല എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു രണ്ടുപേരും പോകത്തില്ലായിരിക്കും. രണ്ട് മ്യൂസിക് രണ്ട് രീതിയിൽ ഇരിക്കട്ടെ. എല്ലാത്തിനും എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഐ തിങ്ക് വി ഡോണ്ട് നീഡ് ടു മിക്സ് റൈറ്റ്. അത് അതിൻ്റെ ആവശ്യമില്ല. എല്ലാം ഒരുപോലെ ആയാലും അങ്ങനെയല്ലേ. അതെ. ഇപ്പം നമുക്ക് സാമ്പാറിനകത്ത് പായസം ഒഴിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. മീൻ എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉള്ളൂ. അതിപ്പോൾ കുറച്ചു മുന്നേ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതാകും. മറ്റൊരു സൈഡിലെ സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ ഒരു വലിയ ഫാൻ ബേസിൻ്റെ ഭാഗമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയോടൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ഈ സെലിബ്രിറ്റീസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന മൊമെന്റ്സിനെ പറ്റിയിട്ട് ഓഫ് കോഴ്സ് ദ ടു ബിഗ് ഗംസ് മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി രണ്ടുപേരുടെയും മമ്മൂക്കയുടെ അടുത്ത് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് ഇപ്പോൾ ഹലോ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം മമ്മൂക്ക പറഞ്ഞു പാട്ടുകൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ വൈബ് അടിപൊളിയാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് പാടുന്ന കാണാൻ നല്ല രസമുണ്ട്, എല്ലാവരും സൂപ്പറാണെന്ന് പറഞ്ഞു. അങ്ങനെ ദുബായിൽ വന്നതിന് ശേഷം അവിടെ വെച്ചിട്ട് നേരിട്ട് പോയി മീറ്റ് ചെയ്ത് സംസാരിച്ചു. ഒരു 10-30 മിനിറ്റോളം ഇരുന്നത് അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കാൻ പറ്റി. എന്നും മെലഡിയെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ്, നിങ്ങൾ എല്ലാ കാലത്തും ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ, നിങ്ങളുടെ പാട്ടുകൾ കൂടുതൽ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ അപ്പം ഞാനിപ്പോൾ തന്നെ ഞങ്ങളൊരു പുതിയ ചെയ്യുന്ന പാട്ടൊക്കെ അദ്ദേഹത്തിനെ കേൾപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറേ നേരം ഈ പാട്ടിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം. കേരളത്തിൽ മാത്രമല്ല നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങൾ ഈ നീഡ് ടു ട്രാവൽ അറൗണ്ട്. നമ്മൾ കേരളം വിട്ട് നിങ്ങൾ കുറേ ഹിന്ദി പാട്ടുകൾ ആഡ് ചെയ്യണം, നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ ട്രാവൽ ചെയ്യണം, നിങ്ങൾക്ക് അപ്പം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വേണ്ടി പാടിയതോ അല്ല, അന്ന് എനിക്ക് ഞാൻ പാടാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ ഞാനപ്പോഴത്തേനും ഞങ്ങൾ ഡിസ്കഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 30-30 രൂപയോളം പാടി. പക്ഷേ ലാലേട്ടനെ കണ്ടപ്പോൾ പാട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വന്ദേ മുകുന്ദഹരെ സ്റ്റാർട്ട് ചെയ്തത്, അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ലാലേട്ടനെ കണ്ടു. അപ്പോൾ ലാലേട്ടനപ്പം ഞങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതായിരുന്നു ഞാൻ ഞെട്ടിയത്. അപ്പം ദുബായിലല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നോട് ചോദിച്ചു. അപ്പോൾ ശ്രീലാലിനെയും ഞങ്ങളെല്ലാവരെയും അറിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച പാട്ടുകളൊക്കെ ഞങ്ങൾ പാടുന്ന പാട്ടുകളാണ് ചോദിച്ചത്. അപ്പോൾ ഈ പാട്ട് പാടാമോ, ഈ പാട്ട് പാടാമെന്ന് ലാലേട്ടൻ ഇപ്പോൾ സൗവർണികാമൃത പാടാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളത് പാടിക്കൊടുത്തു. അമ്പലമില്ലാതെ പാടാറില്ലേ, അപ്പോൾ അത് പാടിക്കൊടുത്തു. അങ്ങനെ കുറേ പാട്ടുകൾ പാടി അന്ന് അവിടെ ഇരുന്നിട്ട്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദാബഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരി എവിടെ, പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈകളുമെവിടെ, ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമീ നെഞ്ചിലെന്നാത്മപ്രണാമം, പ്രേമസ്വരൂപ
സ്വരൂപനാം സ്നേഹസദീപ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. ലാലേട്ടന് എന്ത് പറഞ്ഞു ഇത് കേട്ടപ്പോ? ലാലേട്ടൻ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായിരുന്നു. ഇത് ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിൽ വന്നപ്പോൾ ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഫോർ സോപാന സംഗീതം. പലർക്കും ഇപ്പം ഞരളത്ത് രാം പൊതുവാൾ അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി മെയിൻ സോങ്സ് ആയിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലെ സോപാന സംഗീതം ഒരു ഇടിവ് ഫീൽ ചെയ്തിരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പാട്ട് വന്നതും അതെ അതെ തിരിച്ചു വന്നത്. ഇപ്പൊ അതുപോലൊരു റീസർജൻസ് സോപാന സംഗീതത്തിൽ കണ്ടുവരുന്നത്. അതെ അതെ ദാറ്റ് ഈസ് മെയിൻലി ക്രെഡിറ്റഡ് ടു വൺ ഓഫ് നിങ്ങൾ ഒരു സോങ് പേട്രണൈസ് ചെയ്തു, നാഗഭൂഷിതം. നാഗഭൂഷത്തെ മാത്രമല്ല ചെമ്പട്ട്. ദാരികന്റെ ചെമ്പട്ട് കുറെ പാട്ടുകൾ ഞങ്ങൾ പാടാറുണ്ട്. അത് ഓൾസോ യു ആർ പ്രൊമോട്ടിങ് സം ഓഫ് ദി ആർട്ടിസ്റ്റ് ലൈക്ക് എലൂർ ബിജു സാറിനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ എന്നാലും അങ്ങനത്തെ ആൾക്കാർക്കും സ്പേസ് നിങ്ങളുടെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സോപാന സംഗീതത്തിനെ തിരിച്ച് പോപ്പുലറൈസ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് വിചാരിക്കുന്നു? അങ്ങനെയൊക്കെ പറയല്ലേ, സോപാന സംഗീതത്തിനെ പോപ്പുലറൈസ് ചെയ്യാൻ ഞങ്ങൾ ആരുമല്ല, അത് ഓൾറെഡി പോപ്പുലറൈസ് ആണ്. പക്ഷെ കൊട്ടിപ്പാടി സേവയായിട്ട് മാത്രം നിന്നുകൊണ്ടിരുന്നത് വന്ദേ മുകുന്ദഹരെ കൊണ്ടൊരു പുഷ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഒന്ന് ലോയിൽ പോയപ്പോൾ ഒരു വേറൊരു പുഷാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പലയിടത്തും ഒരു ഡിഫറെന്റ് സ്റ്റൈലിലാണ്. ഇപ്പൊ നാഗഭൂഷണത്തിന് മുമ്പ് ഇപ്പൊ ഡാൻസ് കവേഴ്സ് വരെ വന്നു. അപ്പൊ അതിന്റെ റീസൺ നിങ്ങളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നൊന്നുമില്ല. ഉണ്ടല്ലേ വിജയകുമാരേട്ടൻ, എലൂർ ബീച്ചേട്ടൻ ഫേമസ് ആയ നിങ്ങളുടെ പാട്ടുകൾ വെച്ച് അങ്ങനെ അല്ല, അതിന് ഞങ്ങളൊരു നിമിത്തമായിട്ടുണ്ടെങ്കിൽ വി ആർ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പോൾ അത് സന്തോഷമുണ്ട്. ആ ഒരു ജോണറിനെ അഡോപ്റ്റ് ചെയ്യാൻ തോന്നിയത് എന്താണ്? ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ബാരിയേഴ്സ് നമ്മുടെ മൈൻഡിൽ വെക്കുമ്പോഴാണല്ലോ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ബ്ലോക്ക് ഉണ്ടാകുന്നത്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഇതാണ് ചിട്ട, ഇത് മാത്രം നമ്മൾ ചെയ്യാമെന്നുള്ള നമ്മൾ ഒരു സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള സാധനം ബ്ലോക്കായി. അപ്പോൾ നമുക്ക് പിന്നെ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു സാധനം ഞങ്ങൾ ആദ്യം തന്നെ എടുത്ത് കളഞ്ഞു മൈൻഡിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് സോപാന സംഗീതം എടുക്കാം, ഫിലിം സോങ്സ് എടുക്കാം. ഞങ്ങളിപ്പോൾ ഭജൻ സൂഫി ഞങ്ങൾ ഒരു മിക്സ് ചെയ്ത് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഐ സെൻഡ് ഡി ഓൾസോ. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കൈൻഡ് ഓഫ് മ്യൂസിക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാമെന്നുള്ള ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിൽ ഈ കലയെ കൊല്ലാതെ മീൻസ് ഡെഫിനറ്റ്ലി നമ്മളിപ്പം അതിപ്പോൾ കൊല്ലുക എന്നുള്ള ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കില്ല. അപ്പം എന്താണെങ്കിലും അപ്പോൾ ഇതിനെ ആ ഒരു ഓവറോൾ മ്യൂസിക്കിനെ എൻഹാൻസ് ചെയ്യുന്ന എന്ത് കൈൻഡ് ഓഫ് ജോണർ അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സോപാന സംഗീതം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഇതൊക്കെ വിജയൻ്റെ പാട്ടുകളൊക്കെ കേട്ടോണ്ടിരുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ റെക്കോർഡിങ് ഇപ്പം സ്തംഭം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു റെക്കോർഡിംഗ് സെഷനിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ നാഗഭൂഷി നല്ല രസമല്ലേ, നമുക്ക് അതെടുക്കാം എന്നുള്ള രീതിയിലാണ്. അതും അന്ന് ഏതായിരുന്നു പിന്നെ അതിന് ശേഷമാണ് നമ്മൾ വടക്കുന്നാഥയും ശ്രീരാഗത്തിലുള്ള പാട്ടുകളെല്ലാം കാടിടയും അങ്ങനെ പല പാട്ടുകൾ ഞങ്ങളിങ്ങനെ മിക്സ് ചെയ്യുന്നതൊക്കെ. അതെ, അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് മാത്രമാണല്ലോ പാടുന്നത് സോപാന സംഗീതം. എലൂർ ബീച്ചറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൂട്ടത്തിൽ ബീച്ചറിൻ്റെ ഇരുന്ന് പാടിയിട്ടുണ്ട് ഈ പാട്ട്. ആ ക്രിയേറ്റർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് പാടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. ല്ലേ നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും പണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാവഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠ തവ നീലകണ്ഠവുമറിൽ കുളഞ്ഞൊര ഹിമാലയും ഭൂവിശോഭ വഴിയും കരങ്ങളിൽ കമടമാലവകളും തുണി ശൂലപാണേ ശൂലപാണി മഹാത്രിശൂലമധുരകവുമേലികേകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ.
ഇത് ചെമ്പട്ടും ഇതുപോലെ തന്നെ ഇംപ്രവൈസ് ചെയ്തില്ലേ, അതെ. ബീഡ്സ് വെച്ചിട്ടില്ലേ? അതെ അതെ. ഈ ഭക്തി സമ്പ്രദായത്തിൽ തന്നെ പല സമ്പ്രദായങ്ങളുണ്ട്, പല ശാഖകളുണ്ട്. ഫോക്ക് ട്രഡീഷൻസും ഉണ്ട്. നമ്മൾ ചിന്തപാട്ട്, നാഗപ്പാട്ട്, അങ്ങനത്തെ ട്രഡീഷൻസിനെ, ഫോക്ക് ട്രഡീഷൻസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? നാഗപ്പാട്ടുണ്ടല്ലോ ഇപ്പൊ ഉദ്ദേശിച്ചത് മിക്കവാറും നാഗം സോങ്സ് ആയിരിക്കത്തില്ല. അപ്പം അത് നാഗനാഗം ഫോക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളിപ്പം ഇതൊക്കെയില്ലേ, മനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം, കുമ്മാട്ടി പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ റെക്കോർഡിങ്സ് ചെയ്യുന്നത്, ഞങ്ങൾ ഇന്ന് വരുന്ന വഴി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു നമുക്ക് അങ്ങനെയുള്ള പാട്ടുകൾ നമുക്കും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ എന്നുള്ള, അങ്ങനെയുള്ള പാട്ടുകൾ രസമായിരിക്കും എന്നുള്ള രീതിയിൽ. എല്ലാ ശാഖകളും സമ്പ്രദായങ്ങളും ഒക്കെ ഇതിൽ വരുമല്ലോ. അതെ അതെ. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെയും ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇപ്പോൾ വരുന്ന വഴിയുള്ള ചർച്ചയായിരുന്നു. ഇപ്പോൾ ശ്രീലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വയനാട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് നാച്ചിയമ്മയെ കൊണ്ടുവന്നാലോ എന്നുള്ളത്, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അല്ലേ, തീർച്ചയായും പറഞ്ഞോളൂ ഈ കാര്യത്തൊക്കെ. ഞങ്ങൾ വണ്ടിയിലിരുന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ അതൊക്കെ. അപ്പം അങ്ങനെയുള്ളതും കൂടെ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പം എല്ലാ ഈ വണ്ണസ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവരും അമ്പറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം. തീർച്ചയായും ഈ വൺനെസ്സിന്റെ നമ്മൾ പല കമ്മ്യൂണിറ്റീസിന്റെ ഒരു റെസ്പോൺസിനൊക്കെ എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഫാൻസിന്റെ പല ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളുണ്ട്. അതായത് ചെറിയ കുട്ടികൾ മുതൽ വളരെ മുതിർന്ന അമ്മമാരും വരെ വന്ന് നിങ്ങളുടെ പ്രോഗ്രാംസ് കാണാറുണ്ട്. പക്ഷെ അപ്പോൾ ചില നേരത്തെ പറഞ്ഞ ആ ഒരു എന്താണ് ഫിലിം സോങ്സിന്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നം വരുന്നത് പോലെ ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നോ നിങ്ങളുടെ ഈ ഒരു ഭജൻ ഫിലിം സോങ് മിക്സിങ്ങിനെ അവരുടെ റെസ്പോൺസിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഏജ് ഗ്രൂപ്പ്സിന്റെ കാര്യത്തിൽ? ഇപ്പോൾ അത്ഭുതം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അമ്മമാരും അച്ഛന്മാർക്കും അവർക്കതൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞങ്ങളങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വളരെ ചുരുക്കം ആൾക്കാർ ഈ പറയുന്ന ഫിലിം സോങ്സിൽ മിക്സ് ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് തന്നെ പറയാറുള്ളൂ. ചില പാട്ട് പാടാതെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇന്നെന്താ അത് പാടാഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ ആ മിക്സ് പോലും അവർക്ക് അത്രയും കണക്റ്റാണ്. ഒരുപാട് വിമർശനം നല്ല ഒരുപാട് ഫാൻസ് ഫിലിം സോങ് ബ്ലെൻഡില്ല. അല്ല, വൃന്ദാവനം തികച്ചുള്ള ഫിലിം സോങ് അല്ല. അല്ല ഞാൻ പറയുന്നത് അതിനുശേഷം കാതലേ മിക്സ് ചെയ്യുന്നത്. ഓ, കാതലേ മിക്സ് ചെയ്തതിന് അതിന് വിമർശനങ്ങൾ. പിന്നെ അത് ജയകൃഷ്ണൻ ആ പീസ് വായിക്കുമ്പോൾ തന്നെ അവിടെ അങ്ങോട്ട് കൈയടി ഉയരുകയാണ്. അപ്പോൾ അത് എവിടെ ചെന്നാലും അത് ഭയങ്കര അത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു മിക്സായി അത്. അപ്പം അത് ആ ജയകൃഷ്ണൻ്റെ ആ ഒരു പീസിന് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ജയകൃഷ്ണൻ ചില വേദികളൊക്കെ ഞങ്ങൾ അവനിപ്പം വായിച്ച് മടുത്തിട്ട് അവന് മടിയാണ് വായിക്കാനുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നീ എന്തിനാണ് വായിക്കാൻ മടിക്കുന്നത്, കാര്യം ആൾക്കാർക്ക് അത് കേൾക്കാൻ എത്ര ഇഷ്ടമാണ്. അപ്പം അത് എൻജോയ് ചെയ്യുന്നത് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോൾ 1000 വേദി ആയാലും 10,000 വേദി ആയാലും യു ഷുഡ് എൻജോയ്. അപ്പോൾ വായിച്ച് പേര് വരെ കാതൽ ജയകൃഷ്ണൻ. ഏകദേശം 5000-ൽ പരം വേദികൾ ഇന്ത്യയിലും യു എയിലും. 5000 ആയിട്ടില്ല 3000 to എനിക്ക് എക്സാക്ട് കണക്കറിയില്ല. ഞങ്ങൾ ഏകദേശം ഇങ്ങനെ ഒരു 3000-ന് മേളിൽ എന്താണെങ്കിലും ആയിട്ടുണ്ട്. 3000-3500 ആയിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് ജാമിങ് സെഷൻസ് മിസ് ചെയ്യുന്നുണ്ടോ? ഇത്രയും ഗ്രോയിങ് ബൈ നമ്പർ ഓഫ് ഫാൻസ് കൂടുന്നുണ്ട്. അപ്പോൾ ആ ജാമിങ് സെഷൻസ് അതിന്റെ വാംത്ത് മിസ് ചെയ്യുന്നുണ്ടോ? അതിനുള്ള സമയം കിട്ടാറുണ്ട്? ഞങ്ങളുടെ പ്രാക്ടീസല്ലേ പറയുന്നത് ഉണ്ട്, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാര്യം ഞങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റാറില്ലല്ലോ നമുക്ക് ഈ പ്രോഗ്രാം. ഒരുപാട് ക്രിയേറ്റീവ് സ്പേസും കൂടെയാണ്. ആ സമയത്താണ് ഞങ്ങൾ ഓരോന്ന് വായിച്ചു വരുമ്പോൾ പുതിയ ഐഡിയാസ് വരും, അവിടെ നിന്ന് ഷെയർ ചെയ്യുന്ന. നമ്മൾ ഈ പ്രാക്ടീസ് കൂടുതൽ പുതിയ പാട്ടുകൾ വന്നേക്കുന്നത് ഈ പറഞ്ഞേക്കുന്ന പല കണ്ടന്റുകളും പ്രാക്ടീസ് എല്ലാം വന്നേക്കുന്ന ആ സെഷൻസിൽ നിന്നാണ്. അതൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ പ്രോഗ്രാംസിൻ്റെ എണ്ണം ഞങ്ങൾ കുറയ്ക്കാൻ പോകുന്നത്. മന്ത്ലി ഇപ്പം കഴിഞ്ഞ 3 മാസം ജാൻ ഫെബ് മാർച്ച് ഞങ്ങളുടെ പ്രോഗ്രാംസ് 66 പ്രോഗ്രാംസ്, 66-67 പ്രോഗ്രാംസ് ഉണ്ട്. അല്ല 3 മാസം കൂടെ ആയിട്ട്. അപ്പോൾ ഒരു മാസം അപ്രോക്സിമേറ്റ്ലി 22-23 പ്രോഗ്രാം മേളിൽ പ്രോഗ്രാം ഒരു മാസമുണ്ട്. അപ്പോൾ വളരെ ഗ്യാപ്പ് എന്ന് പറയുന്ന 6-7 ദിവസം മാത്രമേ ഉള്ളൂ ഗ്യാപ്പുള്ളൂ. അതും ട്രാവലായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും ആൾക്കാർക്ക് നമുക്ക് ക്രിയേറ്റീവ്സ് നമുക്ക് ഉറങ്ങുക എന്നുള്ള തിങ്കിങ് മാത്രമല്ല, എപ്പോൾ ഉറങ്ങാൻ പറ്റും എന്നുള്ളൊരു തിങ്കിങ്ങേ ഉള്ളൂ. അപ്പോൾ അതിന് ക്രിയേറ്റീവ് സ്പേസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ടയർഡ്നെസ് എല്ലാം മാറണം, നമ്മളുടെ മൈൻഡൊന്ന് സമാധാനമാകണം. അപ്പം അത് പ്രോഗ്രാംസിന് എണ്ണം കുറച്ചെങ്കിലും മാത്രമേ ഉള്ളൂ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അന്ന് കോവിഡിന്റെ സമയത്ത് കണ്ടപ്പോൾ പ്രവീൺജി ഉണ്ടായിരുന്നു, യു വെർ ദേർ ആൻഡ് ദെർ വെർ അതേഴ്സ് ഓൾസോ, നിങ്ങളുടെ ജാമിങ് സെഷൻ. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് that broke I suppose because he went to Canada. He went to Canada. എല്ലാവരും പറയുന്നത് ഇനി
നന്ദഗോവിന്ദമിൽ പോകാനുള്ള. പക്ഷെ സഡൻലി എവിടെ ആണോ അവിടെ പുതിയ പുതിയ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അങ്ങനെ എത്ര ടീംസ് ഉണ്ട് ഇപ്പം? 3 ഗ്രൂപ്പ്. ഇവിടെ ഒരെണ്ണം, ദുബായിൽ UAE ഒരെണ്ണം, പിന്നെ ഉള്ളത് കാനഡയിലെ പ്രവീൺ പോയപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന. അവിടെ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ലേഡി ഉണ്ട്. അതെ, 2 പേരുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടാവും ഇവിടെയോ? എക്സ്ക്ലൂസീവ്ലി ബി എ ബോയ്സ് ക്ലബ് ഓർ ദേർ ബി? അല്ല, അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല. നമുക്കിതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് പ്രോഗ്രാമിന് ചെന്നപ്പോഴത്തേനും മോളുടെ പേര് തീർത്ഥ കൂടുതൽ ഞങ്ങൾ കൊടുത്തി പാടി, അഭിരാമി കൂടുതൽ ഞങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെ സിംഗേഴ്സ് ഞങ്ങളുടെ അടുത്ത് അതൊരു എക്സ്ക്ലൂസീവായിട്ട് വെക്കുന്നതല്ല. അപ്പം നമ്മളുടേതായിട്ടുള്ള ഗ്രൂപ്പ് അങ്ങനെ ഫോം ചെയ്തത് അങ്ങനെ ആകുന്നു. ഇനി ഇൻ ദ ഫ്യൂച്ചർ മേ ബി ഉണ്ടാകാതിരിക്കാം, പാടില്ലാഴിയൊന്നുമില്ല. നമുക്ക് പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് പുറത്ത് നിങ്ങൾ ഒരുപാട് സ്റ്റേജസ് ചെയ്തിട്ടുണ്ടാവും. മലയാളികളാണോ മെയിൻ ഓഡിയൻസ്, അതല്ലാതെ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് കൂടി ഉണ്ടോ? നമുക്ക് മെജോറിറ്റി മലയാളി ആയിരിക്കും. അല്ല, മെജോറിറ്റി എന്നാലും തീർച്ചയായും മലയാളികൾ തന്നെയാണ്. മലയാളി, തമിഴ്, നമ്മളെ സൗത്തിലുള്ള കുറേ ആൾക്കാരുണ്ട്. അവിടെയുള്ള ആൾക്കാരായിരുന്നു. മലയാളികളായിരുന്നില്ല കൂടുതലും. അവർ വന്ന് ചോദിക്കും, നാഗഭൂഷണം ചോദിക്കും, അവർ മനോഹരി രാധരാധ ചോദിക്കും. അവർ മലയാളികളല്ല, നോൺ മലയാളീസ്. അവർ ഇപ്പം നമുക്കിപ്പം ശങ്കര എന്നുള്ള പാട്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മലയാളികളുടെ പാട്ടുകൾ അവരും അറിയട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിലെ പ്രോഗ്രാം ചെന്നപ്പോഴത്തേനും ഞങ്ങളുടെ ഹോട്ടലിൽ നിൽക്കുമ്പോഴത്തേനും ഒരു മഹാരാഷ്ട്രീയൻ ഒരു ലേഡി, പുള്ളിക്കാരിയും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഞാനപ്പം ഞങ്ങൾ താഴെ ഇരിക്കുകയാണ്, റിസപ്ഷനിൽ ഇരിക്കുകയാണ്. പുള്ളിക്കാരി എൻ്റെ വന്നിട്ട് ഭജൻ സിംഗറല്ലേ എന്ന് ചോദിച്ചു. മലയാളി കണക്ഷനേ ഇല്ല, അവർ പ്രോപ്പർ മഹാരാഷ്ട്രീയനാണ്. എന്നിട്ട് അവർ വന്നിട്ട് എൻ്റെ അടുത്തൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അവർ തുള്ളിച്ചാടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം മലയാളികൾക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ അവർക്കൊക്കെ നമ്മളുടെ പാട്ടുകൾ ഡെയിലി കേൾക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ഐ തറവലി എൻജോയ് യുവർ മ്യൂസിക്, അതെനിക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്നുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ അതൊരു ഭാഷകൾക്ക് അതീതമാണെന്നുള്ളത്. നിങ്ങളിപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ പോകുമ്പോഴേക്കും നിങ്ങൾ അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് കൂടി നിങ്ങളുടെ പാട്ടുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടാവും. അതിൻ്റെ അറ്റംപ്റ്റ്സ് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തു? തിങ്കിങ് പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭജൻ കണക്റ്റുകൾ ഞങ്ങൾ അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാനുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എക്സിക്യൂഷൻ വൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചെറിയ ട്രയൽ നമ്മൾ പിള്ളങ്കോവിയ, ചെറിയ കൃഷ്ണ, അല്ല, പാട്ടുകളുടെ കാര്യമല്ല പറയുന്നത്, അവിടുത്തെ ആൾക്കാരെ എങ്ങനെ കണക്ട് ചെയ്യിക്കുക എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കണക്ട് ചെയ്യിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഞങ്ങൾ ജയ്പൂർ പോയപ്പോൾ ജയ്പൂരി സിംഗറിൻ്റെ കൂട്ടത്തിൽ പാടിയതുപോലെ മേ ബി ഇൻ ദ ഫ്യൂച്ചർ അങ്ങനെ ആ ഒരു കൾച്ചർ. ഞങ്ങളത് നാമദേവ കീർത്തന, ഒരു അഭംഗ് അവിടെ വെച്ചിട്ട് ഡോളൊക്കെ വായിച്ച്. അതെ. ഇനിയിപ്പോൾ പ്രാക്ടീസ് സെഷൻസിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുകയും പ്രോഗ്രാംസ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതായത് നിങ്ങൾ ഇൻ ദ ഫ്യൂച്ചർ പല അവന്യൂസിലേക്ക് പോവുകയാണ്. മേ ബി വീഡിയോ പ്രൊഡക്ഷൻ, പല ഫീൽഡിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് നിങ്ങളുടെ ടീമിലേക്ക് ഇപ്പോൾ നോട്ട് എസെൻഷ്യലി ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിസ്റ്റ് എന്നുള്ള രീതിയിലല്ലാതെ എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ് വഴി നിങ്ങളിലേക്ക് എത്താൻ? ബെസ്റ്റ് വഴി ഉണ്ണിയെ കോൺടാക്ട് ചെയ്യുന്നത് തന്നെയാണ്. ഒരുപാട് ഓഫർ റിക്വസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ പറഞ്ഞ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഹൗ ഷുഡ് സമ്മൺ അപ്രോച്ച് യു? അല്ലേ, നമ്മുടെ മാനേജർ ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണിയാണ് യൂഷ്വലി കോൺടാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അവർക്ക് എൻക്വയറി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ രാജേഷ് അത് ഷെയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ. ഈ 3 വഴിയാണ് ബെസ്റ്റ് വഴി. ഇത് 3ആണ്. അതിൽ ഒരെണ്ണം പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പ്രോഗ്രാംസിന് ഇപ്പോൾ ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റാത്ത ക്രൗഡ് വരുന്നുണ്ട്. അതെ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ഓർഗനൈസ്ഡ് ആവാറുണ്ട്. ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ടെൻഷൻ തരാറുണ്ട്. പ്രോഗ്രാംസിലില്ല, ഞങ്ങൾക്ക് ഒട്ടും ടെൻഷൻ തരാറില്ല. അപ്പോൾ അത് അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് എന്നോട് പാടാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ വരുമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഈ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേനും അത് ഒരാളിരുന്ന് നമ്മുടെ പ്രോഗ്രാം കാണുമ്പോഴും ഇന്നിപ്പം 10,000 ഇരുന്ന് കാണുമ്പോഴും ഞങ്ങൾ ഹാപ്പി ആകാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോഴും അത്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൗഡ് റെസ്പോൺസ് നമുക്ക് അത് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഉണ്ടാവാറുണ്ട് because the criticism part of it has put you in some threat. അപ്പോ അതിന്റെ ഒരു ഓർഗനൈസിങ് പാർട്ടില് ഒരു എസ്പെഷ്യലി അമ്പലപ്പുഴയിലെ മറ്റേ ക്രൗഡ് അന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഓർഗനൈസേഴ്സ് പറഞ്ഞു. വെച്ചാൽ ഒരു സ്റ്റാമ്പീഡിനൊക്കെ ഉള്ള ഒരു വക ഉണ്ടായിരുന്നു അവിടെ. അല്ല നിങ്ങൾക്ക് അത് നിങ്ങളിൽ റിഫ്ലക്ട് ആകുമോന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ആൾക്കാർ വരുന്നതിന്റെ അതാണ് ചോദിക്കുന്നത്. ഞങ്ങൾ പെർഫോം ചെയ്യും. നിങ്ങൾക്കൊരു ത്രെഡ് ഫാക്ടർ ഉണ്ടല്ലോ അവിടെ. പോലീസുകാരൊക്കെ ഭയങ്കര ആക്റ്റീവായി ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ക്രൗഡിന് അവർക്കും ഒന്നും പറ്റാതെ നമ്മളെയും സേഫ്റ്റി എല്ലാം ഭയങ്കര പ്രിക്കോഷൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം. അല്ല, എത്ര ആൾ വന്നാലും അവർക്ക് ആർക്കും ഒരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും സമാധാനത്തോടെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു ഇതാണ്. അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അല്ല, ആ പ്രോഗ്രാംസിന് അത്രയും വന്നാൽ പോലും എറണാകുളത്തപ്പറിൽ 1 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചു 25,000-30,000 ആയിരുന്നു. പക്ഷേ അതിൻ്റെ കണക്ക് റീസെൻ്റ് വന്നെങ്കിൽ 67,000 പേര് മറ്റേ കൊല്ലം തൃക്കടവൂർ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെ, അത് ഈ ഭജൻ കണക്ട് എന്നുള്ള ഐഡിയ വന്നപ്പോഴാണ്. അപ്പം ഞങ്ങൾ വി തോട്ട് ഓഫ് കണക്ടിങ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ. ആ ഒരു കണക്റ്റിന് ഒത്തിരി എലാബറേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാരുടെ കൂടെ കണക്ട് ചെയ്യുന്നു, ഇപ്പോൾ ഡിഫറെൻറ്റ് മ്യൂസീഷ്യൻസിൻ്റെ കൂടെ കണക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമുക്ക് ഭജൻ കണക്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അപ്പം ആ ഭജൻ കണക്ട് ഞങ്ങളുടെ ഒരു ബേബിയാണ്. ഞങ്ങളപ്പോൾ അത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ട്. ഇപ്പം കൊല്ലത്ത് ഞങ്ങൾ ചെന്നപ്പോഴാണ് ശരത് സാറിനെ കൊണ്ടുവന്നത്. അപ്പോൾ ശരത് സാർ ഈസ് ഫ്രം കൊല്ലത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞങ്ങളെ പാട്ടുകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നു. ഇപ്പം രാജേഷ് ചേർത്തല ആലപ്പുഴയിൽ വന്നു. അദ്ദേഹം ചേർത്തലയാണ് സ്വദേശം, ആലപ്പുഴക്കാരനാണ്. അപ്പം രാജേഷ് ചേർത്തല വന്നു. അനുമൻ അരവിന്ദിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കോഴിക്കോട് കൈതപ്പുറം തിരുമേനി വന്നു. നമ്മുടെ ബേബി ഹാപ്പി ആയിക്കൊണ്ടിരിക്കണം. ഓരോരുത്തരിങ്ങനെ വരും. ഭജൻ കണക്ട് കുറച്ചും കൂടെ ഭയങ്കര സെലിബ്രേഷൻ ആയിക്കൊണ്ടിരിക്കുക. ശരത് സാറ് ഞങ്ങളിപ്പോൾ വരുന്ന വഴി ഞങ്ങളിപ്പം ജസ്റ്റ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പാട്ടിൻ്റെ കാര്യത്തിനെ കുറിച്ച്. അപ്പം ഞങ്ങൾ ഉടനെ ഉണ്ടാവട്ടെ എന്നാണ്. ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും ടൈം അറിയില്ല. അപ്പം ഞങ്ങളുടെ എന്ത് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് മ്യൂസിക്കാണ് വേണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ ഞങ്ങളുടെ ഒരു ആഗ്രഹം സാറിനെ അറിയിച്ചിട്ടുണ്ട്. സാറ് ഉറപ്പായി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഇടയ്ക്ക് മിസ്യൂസ് ചെയ്യപ്പെട്ട പോലെ ചിലർക്കെങ്കിലും തോന്നിയൊരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം MLA ആ കേസിൽ പെട്ട് കിടക്കുമ്പോൾ, വളരെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ പുള്ളി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഉപയോഗിച്ച് ഒരു റീ എൻട്രിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയ പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പുള്ളിക്ക് എന്തായിരുന്നു അതിൽ? റോളോ ഒന്നുമില്ല. അദ്ദേഹം പാലക്കാടാണല്ലോ. അദ്ദേഹത്തിന് പാലക്കാടുള്ള, അപ്പോൾ അദ്ദേഹം പാലക്കാട് പ്രോഗ്രാം ഉള്ളപ്പോൾ നമുക്ക് കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമിനും അവിടെയുള്ള MLA MP ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പാലക്കാടുണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാമിന്, നമ്മളുടെ പ്രോഗ്രാമിന് അന്ന് അദ്ദേഹം നേരെ പ്രോഗ്രാമിന് കയറി നമ്മളെ പ്രോഗ്രാം അതേ ഇഷ്ടം അല്ലല്ല, അന്ന് ഇൻവൈറ്റ് ചെയ്ത് വന്നതല്ല. പക്ഷെ അദ്ദേഹം വന്നു. ആ സമയത്ത് നമ്മൾ പ്രോഗ്രാമിന് വന്നു, കണ്ടു, അറ്റൻഡ് ചെയ്തു, അദ്ദേഹം പോയി. അപ്പോൾ ആ ഒരു സമയത്താണ് അതെല്ലാം ഒരേ ടൈമിലായിരുന്നു. അദ്ദേഹം ഒരു പ്രശ്നത്തിലാണ്. ഓക്കെ, ഞങ്ങൾക്ക് തോന്നിയില്ല അകത്ത്. അതെ, പുള്ളി അല്ല, നമുക്ക് അങ്ങനെയൊന്നും ഫീൽ പുള്ളി വന്ന് പറയുകയും ചെയ്തു, സ്റ്റേജ് വെച്ചു. എനിക്കിത് മെയിൻ റീസൺ അദ്ദേഹം പുള്ളി വരാനുള്ള റീസൺ ഞങ്ങൾ പറഞ്ഞത്, ആ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഹി വാസ് ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ, ഒരു മെൻ്റൽ പ്രശ്നത്തിലായിരുന്നു. ആ സമയത്ത് നമ്മളുടെ പാട്ടുകൾ ഇറ്റ് വാസ് ഗിവിങ് റിലീഫ് ഫോർ ഹിം. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മളുടെ ഭജൻ കണക്ട് പാലക്കാട് ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവിടെ വന്നത്. ആ, ലൈവ് ആദ്യമായിട്ടാണ് വരുന്നത്. അതെ. അങ്ങനെ ഒരു ഇന്റർപ്രിറ്റേഷൻ ഉണ്ടായിരുന്നു. പുള്ളി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു എന്നൊരു സംസാരം ഉണ്ടായി. ഈ കോൺഗ്രസിൽ അങ്ങനെ ഡിപ്രഷൻ ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് പറയുന്നുണ്ടാവും, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങളുടെ പദ്ധതി. പേഴ്സണലി എനിക്കറിയാം, ഗർഭിണികളായ സ്ത്രീകൾക്ക് നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്ന വളരെയധികം സാറ്റിസ്ഫൈങ് ആയിട്ടൊരു സംഭവം, ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ യുണീക്കായി ഇൻസിഡൻസ് നേരിട്ട് വന്ന ആൾക്കാർ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്? അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഒരു കുട്ടിയെ കണ്ടത് തന്നെ ഒരു വീഡിയോ
നിങ്ങളുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ ഓർത്തതേ ഇല്ല. അപ്പോൾ ഒരു കുട്ടിയുടെ ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞങ്ങൾ മിക്കവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഫേസാണ് നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ ലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ഇങ്ങനെ പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയും എനിക്കിങ്ങനെ സെറിബ്രൽ പ്ലാസിയുള്ള ഒരു കുട്ടിയാണ്, അങ്ങനെ ബെഡ് റിട്ടൺ ആണ്, ബട്ട് വെരി ആക്റ്റീവാണ് ഭയങ്കര. ശരിക്കും ഞങ്ങൾ ആ കുട്ടീനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇൻസ്പയർഡായി. കാര്യം ഭയങ്കര പോസിറ്റീവ് എനർജിയുടെ ഒരു ഭയങ്കര ലെവലാണ് ആ കുട്ടി. ഞങ്ങൾ ചാവക്കാട് പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ രാവിലെ കുറച്ചൊരു സ്പേസ് കിട്ടി. അപ്പോൾ ഇവർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയി. ഞങ്ങൾ കുറച്ച് പേര് ഒരു 8 പേര് ഫ്രീ ആയിരുന്നപ്പോൾ ഞങ്ങൾ ആ കുട്ടീനെ കാണാൻ വീട്ടിൽ പോയി. അവർക്ക് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു എൻജോയ്. ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങളവിടെ പോയിരുന്നു, പാട്ട് പാടി. ആ അമ്മയും മോളും മാത്രമേ ഉള്ളൂ അവിടെ. ആ കുട്ടി എപ്പോഴും പോസിറ്റീവായി മോള് പറയുന്നത് വെച്ചാൽ നമ്മൾ പാട്ടുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളെല്ലാവരും കുട്ടിയുടെ ചേട്ടന്മാരാണെന്നുള്ള രീതിയിൽ ആണ് അതിന് ഫീൽ ചെയ്യുന്നത്. ഏട്ടാന്ന് പറഞ്ഞാൽ വിളിക്കുള്ളൂ, ഏട്ടന്മാർ വീട്ടിലെത്തി. എല്ലാവരും അത് എല്ലാവരും ആ ഒരു കണക്ഷൻ ഉണ്ട്, എല്ലാവരും സ്വന്തം ചേട്ടന്മാരെന്നുള്ളൊരു ആ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒത്തിരി ഞാൻ പറയുന്നത് ഇപ്പോൾ ഡെയിലി എനിക്കൊരു 10 പേരെങ്കിലും അങ്ങനെ എനിക്ക് കാണാം. കാര്യം അത്രയും മെസ്സേജ് വരുന്നുണ്ട്, എല്ലാം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് കാണാവുന്ന മെസ്സേജ് അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും ഒരു ടഫ് ടൈമിൽ ആൾക്കാർ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമായിട്ട് നമ്മളുടെ പാട്ടുകൾ മാറുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് നേരിട്ടും ഒക്കെ വന്നിട്ട് ഞങ്ങളിത് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് വേറൊരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചു. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മൾ ഫിലിം സോങ്സിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥിരമായി കാണുന്നൊരു സംഭവമാണ്. ഫിലിം സോങ്സിന് എന്തെങ്കിലും ഒരു പുതിയൊരു എക്സ്പെരിമെൻ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ അതിൽ വെറ്ററൻസ് ആയിട്ട് നിന്നിരുന്ന ആളുകൾ പറയും ഇതൊക്കെയാണോ പാട്ട്, ഇങ്ങനെയാണോ പാട്ട്, അങ്ങനത്തെ രീതിയിലുള്ള ക്രിയാത്മകമായ വിമർശനങ്ങൾ ഫിലിം സോങ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഭജൻസിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു പൊതുഭാവകത്വം അതിനുവേണ്ടി അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഭജൻസിൻ്റെ കോണ്ടെക്സ്റ്റിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള വെറ്ററൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ഈ എക്സ്പെരിമെൻറ്റിനെ വിമർശനാത്മകമായി നോക്കിക്കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ സാഹചര്യങ്ങൾ? യെസ്, ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ ആൾക്കാർ ഞങ്ങൾ റീസെൻ്റായിട്ടും പല ആൾക്കാരൊക്കെ ഷെയർ ചെയ്തത് എനിക്ക് പല ആൾക്കാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള. പക്ഷെ അതിനൊക്കെ ഞങ്ങൾ എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറയാം, ബാക്കിയുള്ളവരുടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അല്ല, നമ്മുടെ ഫീഡ്ബാക്ക് ആണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു ആർട്ട് നമ്മളിപ്പം പ്രധാനപ്പെട്ട രീതി സമ്പ്രദായ ഭജന, ഡെഫിനറ്റ്ലി ത്രിമൂർത്തികളുണ്ട്, സദ്ഗുരു സ്വാമികളും എല്ലാവരും ക്രിയേറ്റ് ചെയ്തൊരു ഫോമുണ്ട്. പക്ഷേ ഇതെല്ലാവരും തിങ്ക് ചെയ്യേണ്ട കാര്യം ഇതെല്ലാവരും മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ദൈവം ഡയറക്റ്റ് വന്നിട്ട് ഇത് ഉണ്ടാക്കിയ ഒരു ചിട്ടകളൊന്നും അല്ല ആരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിട്ടകൾ എന്നുള്ള സാധനം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിട്ടയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നും പെർഫെക്ഷനുള്ള കാര്യങ്ങളല്ല. അപ്പം ഒരു കാലം മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ സമയത്ത് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ AI വന്നുകൊണ്ടിരിക്കുക, നമ്മൾ AI യൂസ് ചെയ്യല് എന്ന് പറയുന്ന രീതിയിലുള്ള ക്രിറ്റിസിസമാണ് ഇതെന്ന രീതിയിൽ ഞങ്ങളിതെല്ലാം തിങ്ക് ചെയ്യുന്നുള്ളൂ. മനുഷ്യനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി 90% അല്ലെങ്കിൽ 80% ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റും. ബാക്കി 20% ആൾക്കാർക്ക് ഇഷ്ടമില്ലായിരിക്കാം. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് ഞങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഫോം ഓഫ് മ്യൂസിക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ സമ്മതിക്കുന്നു, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള 80% അല്ലെങ്കിൽ 90% ആൾക്കാർക്ക് വേണ്ടി പാടിക്കോളാം. അപ്പം അത് ഞങ്ങൾ ചിലപ്പോൾ അവരുടെ അത്രയും കർണാട്ടിക് വിദഗ്ധരല്ലായിരിക്കാം, അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ബെസ്റ്റ് മ്യൂസീഷ്യൻസ് ആണെന്നും ഞങ്ങൾ എവിടെയും ഞങ്ങൾ പോയി ക്ലെയിം ചെയ്യുന്നില്ല, ഞങ്ങളാണ് വി ആർ ദ ബെസ്റ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് സമാധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഹാപ്പിയാണ്. സോ വി ആർ ആക്ച്വലി സിംഗിങ് ഫോർ ദം. നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവർ പറയുന്നവർ ലക്ഷ്യം ഒന്നാണ്. അതെ. നിങ്ങൾ ഓൺ സ്റ്റേജ് ഇരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? ഞാൻ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്? ഭയങ്കര ഓൺ സ്റ്റേജ് ഇംപ്രവൈസേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോയാലും മോശമായിട്ട് പോയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ടൈം ടു പ്രാക്ടീസ്. അപ്പോൾ എവിടെയോ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ തെറ്റി പാടുമ്പം കവർ അപ്പ് എന്നൊക്കെ, ആ ഒരു ആസ്പെക്റ്റ് ആണ് തോന്നുന്നു ചോദിച്ചത്. അതെ, അതെങ്ങനെയാണ് ഓൺ സ്റ്റേജ് വരുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ? ബിക്കോസ് ദാറ്റ് ക്യാൻ സ്പോയിൽ ദ ഹോൾ ഷോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരു ഇംപ്രവൈസേഷൻ തെറ്റായതുകൊണ്ട് ഒന്നും ഹോൾ ഷോയൊന്നും സ്പോയിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എൻ്റെ ഗുരു പണ്ട് പറഞ്ഞു തന്നേക്കുന്നൊരു കാര്യം ഓർക്കുന്നത്, ഇപ്പം നമ്മളൊരു സംഗതി പാടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അയാളുടെ കയ്യിൽ നിന്ന് ആ പ്ലാൻ പാടിയത് പോകുമായിരിക്കാം. പക്ഷേ അയാൾ എന്താണോ ഉദ്ദേശിച്ചതെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. അയാൾ എന്താണോ പ്ലാൻ ഉദ്ദേശിച്ചത് അതിനെ നമ്മൾ ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ അവൻ ട്രൈ ചെയ്ത് ഇതാണ് എന്നുള്ള കാര്യം. പക്ഷെ അത് എത്തിയില്ല. 2 ദിവസം പ്രാക്ടീസ് കഴിയുമ്പോൾ അത് വന്നോളും എന്ന് വെച്ചിട്ട് നമ്മൾ അതിന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളുടെ തൊണ്ടയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പാടുന്നുണ്ട്, എല്ലാവരും ഓവർ സ്ട്രെയിൻഡ് ആണ്.
അപ്പം ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷേ ആ ഒരു നമ്മളൊരു പോസിറ്റീവ് ഒരു ഓവറോൾ ഒരു വൈബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു ചാനൽ ഷൂട്ടിൽ പറഞ്ഞു, നമ്മൾ വീഡിയോ എടുത്തിട്ടിരുന്നപ്പോൾ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഇടയിൽ സംഭവിച്ചു. നമ്മൾ പറഞ്ഞു വീൽ ഗോ ഫോർ റീടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ ഡയറക്ടർ പറഞ്ഞത് നോ, ഈ ഇംപെർഫെക്ഷൻ അതിൻ്റെ ഒരു ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷോട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. ആ എല്ലാവരും കയ്യിൽ നിന്ന് പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഷോയിൽ തന്നെ? അതൊക്കെ അതുണ്ടാവും. നമ്മളിങ്ങനെ ഓരോ സമയത്ത് ചെറിയ ചെറിയതാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പുറത്തുനിന്നത് അതെ അതെ ഓഡിയൻസിന് മനസ്സിലാവണമെന്നില്ല. ഞാൻ ചെറുത് വരുമ്പോൾ ഞങ്ങൾ തന്നെ അത് മാനേജ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? എന്താ റീസെന്റ് സംഭവിച്ചൊരു അതിപ്പോ വരികളല്ലേ, ട്വൈസ് പാടേണ്ട സാധനം ചിലപ്പോൾ ഒരാൾ ലീഡിൽ ആദ്യം എടുക്കുമ്പോൾ റെപ്പിറ്റേഷനിലെ സംശയം ഉണ്ടാകാറുണ്ട്. വരികളിലെ തെറ്റുകൾ, ചിലപ്പോൾ പാടുന്ന വരികൾ മാറിപ്പോകുന്നത്. ഏതാ മറ്റേ പാട്ട് അമ്പലമില്ലാതെ എങ്ങനെ വന്നാലും തിരക്കിട്ടായിരിക്കും അല്ലേ? അല്ല, അതൊരു പാട്ട് നമ്മൾ അമ്പലമില്ലാതെ ഞങ്ങൾ മിക്സ് ചെയ്യുമല്ലോ ഡിഫറെൻറ്റ് സോങ്സ്. അപ്പം ഡിഫറെൻറ്റ് സോങ്സ് മിക്സ് ചെയ്യുമ്പോഴത്തേനും അമ്പലമില്ലാതെയുടെ ലാസ്റ്റ് ഏതാ സ്വരം, ഏതിൻ്റെ സ്വരമായിരുന്നു? നമ്മുടെ സംഗീതമേ ഉള്ള അതിൻ്റെ സ്വരങ്ങൾ ലാസ്റ്റ് ജസ്റ്റ് അതിൻ്റെ കൂടുതൽ മിക്സ് ചെയ്തു. എന്നിട്ട് ആ സ്വരങ്ങൾ പാടി വരുമ്പോഴത്തേനും അല്ലാതെ സ്വരം പാടാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം സ്വരം കേട്ടപ്പോൾ ഞാൻ അറിയാതെ സ്വരം അങ്ങ് പാടി. വയലിൽ ജയകൃഷ്ണൻ വായിക്കുകയോ ചെയ്യണേ. ജയകൃഷ്ണൻ വായിക്കുന്നു, കൂടെ ഞാൻ വെറുതെ ഇങ്ങനെ സ്വരം പാടി അവസാനം എത്തിയപ്പോൾ അറിയാതെ സംഗീതമേലേക്ക് പെട്ടെന്ന് കടന്നു. ഇവിടെ ഇത് അമ്പലമില്ലാതെ എന്നുള്ള പാട്ട് സ്റ്റാർട്ടും ചെയ്തു. അവസാനം അത് സമ്പലമായി. സമ്പലമില്ലാതെ ആൽത്തറയിൽ സമ്പലമില്ലാതെ അങ്ങനെയൊക്കെയുള്ള കുറെ കോമഡികൾ സ്റ്റേജിലുണ്ടായിരുന്നു. ഈ ഇംപ്രൊവൈസേഷൻസിന്റെ കാര്യം നിങ്ങൾ ഫിലിം സോങ്സ് ബ്ലെൻഡ് ചെയ്ത് ഒരു 13 years മുമ്പൊക്കെ അല്ലേ നിങ്ങൾ ഒരു ഫിലിം സോങ്സ് ബ്ലെൻഡ് ചെയ്യുന്നത്? അതിന്റെ ആ ഒരു ഫേസിനെ പറ്റിയിട്ട് പറയാമോ? നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്നൊരു ഐഡിയയിലേക്ക് നിങ്ങൾ എത്തുന്നത് ആ ഒരു ഫേസിനെ പറ്റിയിട്ട്. അങ്ങനെ ഈ മനോഹരി രാധേ രാധേ പിന്നെ കണ്ണാനി എന്നും അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളാണ് ഞങ്ങൾ ആദ്യം ഇതിലേക്ക് ഒന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ അത് ആൾക്കാർ ഒത്തിരി എൻജോയ് ചെയ്യുന്നത് നമുക്ക് റെസ്പോൺസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒത്തിരി ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വൈ നോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പാട്ടുകൾ അതിലേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പരീക്ഷിക്കുന്നതും. അത് പിന്നെ ഇപ്പോൾ ഗ്രാജുവലി അത് ഒത്തിരി പാട്ടുകൾ ഞങ്ങൾ കുറേ പാട്ടുകൾ നമ്മളുടെ ഭജനയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഞങ്ങൾ സിമിലർ ആയിട്ടുള്ള രാഗങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അപ്പം അതിന് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുക്കുകയും ആ ഡിസിഷൻ അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻ്റ് സക്സസ് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായ ആ ഒരു പോയിന്റ് അതിനെ പറ്റിയിട്ടാണ്. അല്ല, എടുത്തപ്പോൾ അത്രയും സക്സസ് ആയിട്ടില്ല. ഇത് നമ്മൾ ഒരു സപ്താഹത്തിന് ചെയ്ത സമയത്ത് അന്ന് ഇത് ഞങ്ങൾ ആ ഒരു രസത്തിൽ അതങ്ങ് കഴിഞ്ഞു. പിന്നെ ഒരു 13 വർഷം കഴിഞ്ഞു അതൊന്ന് സക്സസ് ആയിട്ട് വരാൻ. അപ്പോൾ അത്രയും സമയവും നമ്മളതിനു വേണ്ടി ഒരുപാട് തവണ പാടിയിട്ടുണ്ട്. പിന്നെ നമ്മളത് നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ അല്ലേ? മനോഹരിയൊക്കെ എല്ലാ വർഷങ്ങളിലൊന്നുമില്ല. അത് തന്നെ